ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു എനർജിക് ഡ്രിങ്ക് ആണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് നോക്കാം. കുറച്ച് ആൽമണ്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒരു 6 മണിക്കൂർ കുതിർത്തതാണ് അതെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ആപ്പിൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ബനാന, ഒരു മീഡിയം സൈസ് ഒരു ചെറിയ ഏത്തപ്പഴവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ബൂസ്റ്റും. പിന്നെ ഈന്തപ്പഴം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിനകത്ത് അരിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാല്, തിളപ്പിച്ചാറിയ പാലാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കണേ. അതിനുവേണ്ടി ഒരു ജാർ എടുത്തുകൊണ്ട് വരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈന്തപ്പഴത്തിനകത്തെ ആ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയണേ. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ 1 ഗ്ലാസ് പാലിൽ ഒരു 3/4 ഗ്ലാസ് പാലും ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫുള്ള് ഒഴിച്ച് കൊടുക്കരുത്, കാര്യം വെള്ളം കൂടിപ്പോയാലും ഈ ഫ്രൂട്ട്സ് ഒന്നും ചിലപ്പോൾ അരഞ്ഞ് കിട്ടത്തില്ല. ഈ ആൽമണ്ട്സൊക്കെ നല്ലതായിട്ടൊന്നും അരഞ്ഞ് കിട്ടത്തില്ല. അതിനുവേണ്ടി 3/4 ഗ്ലാസ് പാൽ മാത്രമേ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇത് നല്ല അടിപൊളി ഒരു എനർജിക് ഡ്രിങ്കാണ്. കുട്ടികൾ ക്ഷീണിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ആൻറ്റി ഓക്സിഡൻസും നല്ല ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇതിലുണ്ട്. കാൽഷ്യം, വൈറ്റമിൻ, പ്രോട്ടീൻസ്, ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ നമ്മുടെ ബോൺ ഹെൽത്തിന് വേണ്ട എല്ലാം ഈ ജ്യൂസിനകത്ത് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഷുഗറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഈന്തപ്പഴത്തിനകത്തുള്ള മധുരം തന്നെ ഇത് കറക്റ്റ് അളവാണ്. ഇത് ഒരു 6-7 ഈന്തപ്പഴത്തോളം വലുത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 3 ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് അളവാണിത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.